ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായം. ഇതിൻ്റെ സംഗ്രഹം. സനൽകുമാരോപദേശം. ജനങ്ങൾ പൃഥുവിനെ ഇപ്രകാരം സ്തുതിച്ചുകൊണ്ട് നിൽക്കെ സൂര്യനെ പോലെ തേജസ്വികളായ 4 മുനിമാർ അവിടെ വന്നു ചേർന്നു. ദർശനമാത്രത്താൽ പാപം നശിപ്പിക്കുന്ന ആ 4 സിദ്ധന്മാർ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് പൃഥു കണ്ടത്. സനകാദി ഋഷികളായിരുന്നു അവർ. അനുയായികളോടുകൂടി എഴുന്നേറ്റ് പൃഥുചക്രവർത്തി അവരെ നമസ്കരിച്ച് സ്വീകരിച്ചു. സഭാമര്യാദകൾ നല്ലപോലെ അറിയുന്ന രാജാവ് അവരെ 4 സിംഹാസനങ്ങളിലിരുത്തി പാദപൂജ ചെയ്ത് സൽക്കരിച്ചു. അവരുടെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചു. സജ്ജനങ്ങളുടെ സ്വഭാവമാണ് മഹാത്മാക്കളെ പൂജിക്കൽ. ആ സദാചാരമര്യാദയെ ആചരിക്കുന്നവനുമായിരുന്നു പൃഥുചക്രവർത്തി. യാഗശാലയിൽ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ അഗ്നികളെപ്പോലെ തേജസ്വികളായിട്ട് ശോഭിക്കുന്ന അവരെ സമീപിച്ച് പൃഥു ശ്രദ്ധയോടും മനോനിയന്ത്രണത്തോടും കൂടി പറഞ്ഞു: മംഗളസ്വരൂപികളായ പുണ്യപുരുഷന്മാരെ, യോഗികൾക്ക് പോലും സുലഭരല്ലാത്ത നിങ്ങളെ എനിക്ക് കാണുവാൻ സാധിച്ചത് എന്ത് പുണ്യവിശേഷത്താലാണെന്ന് മനസ്സിലാവുന്നില്ല. ബ്രാഹ്മണരും ശിവനും വിഷ്ണുവും സന്തോഷിച്ചാൽ ആ ഭക്തന് ഇഹത്തിലും പരത്തിലും എന്തുതന്നെ കിട്ടുകയില്ല. പരമാത്മാവ് എല്ലാറ്റിനെയും കാണുന്നു. പരമാത്മാവിനെ ആർക്കും കാണാൻ കഴിയുന്നുമില്ല. അതുപോലെ നിങ്ങളെ ലൗകികന്മാർ കാണുകയോ കണ്ടാൽ തന്നെ തിരിച്ചറിയുകയോ ചെയ്യാറില്ല. ഭഗവാന്മാരെപ്പോലെയുള്ള മഹാത്മാക്കളെ പൂജിക്കാൻ വേണ്ട ഉപകരണങ്ങളും മനസ്ഥിതിയും ഉള്ള ഗൃഹസ്ഥന്മാരാണ് ധനികരല്ലെങ്കിലും ശരിക്കും ധന്യന്മാർ. ഭഗവത് ഭക്തന്മാരുടെ പാദതീർത്ഥം വീഴാത്ത ഗൃഹം സമ്പൽ സമൃദ്ധമാണെങ്കിൽ പോലും പാമ്പുകൾ വസിക്കുന്ന ചന്ദനമരം പോലെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ബ്രാഹ്മണ ശ്രേഷ്ഠരെ, നിങ്ങൾക്ക് സ്വാഗതം. എന്നും കുമാരന്മാരായ നിങ്ങൾ സ്ഥിരമായ പ്രജ്ഞയോടുകൂടിയവരാണ്. നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ ശ്രദ്ധയോടെ ആചരിക്കുന്നവരാണ്. സ്വന്തം കർമ്മഫലം അനുഭവിക്കാനായി ദുഃഖങ്ങളുടെ ഉറവിടമായ ഈ സംസാരത്തിൽ വീണവരും ശബ്ദാദി വിഷയങ്ങളെ സുഖസ്വരൂപങ്ങളായി കാണുന്നവരും ആയ എന്നെപ്പോലെയുള്ളവർക്ക് ഒരിക്കലും സുഖമുണ്ടാവാൻ സാധ്യതയില്ല. അതിനാൽ എന്നോട് സുഖമല്ലേ എന്ന് കുശലപ്രശ്നം ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആത്മാരാമന്മാരും സുഖം ദുഃഖം എന്നീ മനോവൃത്തികൾക്ക് അതീതന്മാരുമായ നിങ്ങളോട് സുഖമല്ലേ എന്ന ചോദ്യം അസ്ഥാനത്താണ്. അതിനാൽ കുശലപ്രശ്നത്തിന് സമയം ചെലവാക്കാതെ ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുഃഖിതന്മാരുടെ ബന്ധുക്കളായ നിങ്ങളോട് ഞാൻ അതിപ്രധാനമായൊരു കാര്യം ചോദിക്കട്ടെ. ദുഃഖസ്വരൂപമായ ഈ സംസാരത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള സുഗമമായ അനുഷ്ഠാനം എന്താണ്? സദയം പറഞ്ഞു തന്നാലും. ആത്മാരാമനും ജനനാദി വികാരങ്ങൾ ഒന്നും ഇല്ലാത്തവനുമായ ഭഗവാൻ തന്നെ സ്വരൂപം സ്വീകരിച്ചു വന്നവരാണ് നിങ്ങളെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അർത്ഥഗാംഭീര്യത്തോടും മിതമായ അക്ഷരങ്ങളോടും കൂടിയതും കർണമധുരവുമായിരിക്കുന്ന പൃഥുവിൻ്റെ ചോദ്യം കേട്ട് ആ സനൽകുമാര മഹർഷി പുഞ്ചിരി തൂകിക്കൊണ്ട് മറുപടി പറഞ്ഞു: രാജാവേ, എല്ലാവർക്കും പ്രയോജനകരമായി തീരണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ അങ്ങയോട് ഈ ചോദ്യം ചോദിച്ചത്. അത് വളരെ നന്നായി. സജ്ജനങ്ങളുടെ സ്വഭാവം ഇങ്ങനെ പരോപകാര തൽപരതയാണ്. സജ്ജനങ്ങളോടുള്ള ചേർച്ച 2 കൂട്ടർക്കും മാത്രമല്ല, അവരുടെ ആ സംഭാഷണം കേൾക്കുന്നവർക്കും പ്രയോജനകരമാണ്. ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുന്നതിൽ അങ്ങയ്ക്ക് ജന്മനാ തന്നെ ഉറച്ച താല്പര്യം ഉണ്ട്. സാധാരണക്കാർക്ക് ദുർലഭമായ ഭക്തി അങ്ങയ്ക്ക് സ്വതവേ തന്നെയുണ്ട്. അത് മനസ്സിലെ കാമവാസനകളെ സമൂലം നശിപ്പിക്കും. ഇനി അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടി പറയാം. ശാസ്ത്രങ്ങളിൽ ക്ഷേമത്തിനുള്ള അനുഷ്ഠാനം ഉപദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവസ്വം ഇതുമാത്രമാണ്. ആത്മാവൊഴികെ മറ്റെല്ലാറ്റിലും തീവ്ര വൈരാഗ്യവും നിർഗുണമായ ആത്മാവിൽ ദൃഢമായ താല്പര്യവും ഉണ്ടാവുക എന്നതാണ് അത്. വിഷയവിരക്തിയും ആത്മരതിയും ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങളെ പറഞ്ഞു തരാം. ശാസ്ത്രവാക്യങ്ങളിലും ഗുരുപദേശങ്ങളിലും വിശ്വാസമുണ്ടാകുന്ന ശ്രദ്ധ, ശരീരം വാക്ക് മനസ്സ് ഇവ കൊണ്ട് ഈശ്വരനെ ആശ്രയിക്കലാകുന്ന ആ ഭാഗവത ധർമാചരണം, തത്വത്തെ അറിയാനുള്ള ആഗ്രഹം, അധ്യാത്മയോഗ സാധന, യോഗീശ്വരന്മാരായ സിദ്ധന്മാരോടുള്ള സത്സംഗം, നിത്യേന ഭഗവത് കഥകൾ കേൾക്കൽ, വിഷയാസക്തന്മാരോടുള്ള ചർച്ചയിലും സംഭാഷണത്തിലും തീരെ താല്പര്യമില്ലായ്മ, അവർക്കിഷ്ടപ്പെട്ട ആ അർത്ഥകാമങ്ങളെ സ്വീകരിക്കാതിരിക്കൽ, അമൃതതുല്യമായിരിക്കുന്ന ആ ഭഗവത് കഥകളെ കേൾക്കാൻ സൗകര്യപ്പെടാത്ത ആ സമയത്തെല്ലാം ഏകാന്തവാസം, അഹിംസ,
മനസ്സിനെ ശാന്തമാക്കി വയ്ക്കലാകുന്ന ആ പരമഹംസന്മാരുടെ നിഷ്ഠ, ഭഗവാന്റെ ലീലകളുടെ സ്മരണം, നിഷ്കാമമായ യമനിയമാചരണം, ആരെയും നിന്ദിക്കാതിരിക്കൽ, സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിക്കൽ, ശീതോഷ്ണ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളുടെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കൽ, ശീതോഷ്ണ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കൽ, ഭക്തന്മാരുടെ കാതുകൾക്ക് അമൃതമായ ആ ഭഗവത് കഥകളെ വീണ്ടും വീണ്ടും കീർത്തിക്കൽ. ഈ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ക്രമേണ ആ ഭക്തിഭാവം വളരും. അപ്പോൾ സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചത്തിൽ വൈരാഗ്യം ഉറയ്ക്കും. നിർഗുണ ബ്രഹ്മമാകുന്ന ആത്മാവിൽ ദൃഢമായ താല്പര്യമുണ്ടാവുകയും ചെയ്യും. ആത്മാവിൽ താല്പര്യം ഉറച്ചാൽ ഗുരുവിനെ ആശ്രയിക്കാൻ കഴിയും. ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് താൻ ആത്മാവാണെന്ന് ജ്ഞാനമുണ്ടാവുകയും ആ ജ്ഞാനം വൈരാഗ്യം കൊണ്ട് ദൃഢമായി തീരുമ്പോൾ ജീവത്വത്തെ നിലനിർത്തുന്നതും 5 വിധ ക്ലേശങ്ങളോട് കൂടിയതുമായിരിക്കുന്ന അന്ധക്കരണത്തെ നശിപ്പിക്കുവാൻ കഴിയും. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം ഇവയാണ് ആ 5 വിധ ക്ലേശങ്ങൾ. അന്ധക്കരണമാകുന്ന ഉപാധിയുള്ളപ്പോൾ മാത്രമേ ജീവൻ ജാഗ്രത് സ്വപ്നങ്ങളിൽ ദ്രഷ്ടാവായ തന്നെയും ദൃശ്യങ്ങളായ വിഷയങ്ങളെയും ഇവ രണ്ടിനും ദ്രഷ്ടാവിനും ദൃശ്യത്തിനും കാരണമായ ഭാവനയെയും ഭിന്നമായി കാണുകയുള്ളൂ. അന്ധക്കരണമില്ലാതായാൽ അതിൽ പ്രതിബിംബിക്കുന്ന ജീവൻ്റെ ദൃശ്യമായിരിക്കുന്ന ജഗത്ത്, അന്ധക്കരണത്തിന് സാക്ഷിയായ ഈശ്വരൻ എന്നിങ്ങനെ 3 വിധ ഭേദങ്ങളും ഇല്ലാതാവും. വെള്ളം, കണ്ണാടി മുതലായ ഉപാധികൾ ഉള്ളപ്പോൾ മാത്രമല്ലേ സ്വന്തം മുഖത്തെയും മുഖത്തിൻ്റെ പ്രതിബിംബത്തെയും നമ്മൾ കാണുകയുള്ളൂ. കണ്ണാടി മുതലായ ഉപാധികൾ ഇല്ലാതായാൽ സ്വന്തം മുഖം മാത്രം ശേഷിക്കുന്നു. അതുപോലെ അന്ധക്കരണമില്ലാതായാൽ ആ ജീവേശ്വര ജഗത്തുകൾ ഇല്ലാതായി ആത്മാവ് മാത്രം ശേഷിക്കുന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവ 4 കൂടി ചേർന്നതാണ് അന്ധക്കരണം. ശബ്ദാദി വിഷയങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ട് ബുദ്ധിയിൽ നിന്നും വിവേചന ശക്തിയെ അപഹരിക്കുന്നു. വിവേചന ശക്തി നഷ്ടപ്പെട്ടാൽ ഓർമ്മയും നഷ്ടപ്പെടുന്നു. ഓർമ്മശക്തി ഇല്ലാതാവുന്നതോടെ ജ്ഞാനവും നഷ്ടമാവുന്നു. ജ്ഞാനത്തിൻ്റെ നാശം തൻ്റെ തന്നെ നാശമായി വിവേകികൾ പറയുന്നു. ആത്മാവിന് വേണ്ടിയാണ് മറ്റെല്ലാം പ്രിയപ്പെട്ടതായിരിക്കുന്നത്. ആത്മാവിൻ്റെ നാശത്തേക്കാൾ ആത്മാവാണ് താനെന്ന ബോധത്തിൻ്റെ വിസ്മൃതിയേക്കാൾ വലിയൊരു നഷ്ടം വേറെ എന്താണുള്ളത്? അർത്ഥകാമങ്ങളെ, ധനത്തെയും ശരീരസുഖത്തെയും കുറിച്ചുള്ള ആ നിരന്തര ചിന്തന മനുഷ്യരുടെ ധർമ്മവും മോക്ഷവുമാകുന്ന പുരുഷാർത്ഥങ്ങളെ നശിപ്പിക്കുന്നു. ധനത്തെയും സുഖത്തെയും ചിന്തിക്കുന്നത് കൊണ്ട് ജ്ഞാനവിജ്ഞാനങ്ങളിൽ നിന്നും ഭ്രഷ്ടനായിട്ട് വൃക്ഷങ്ങളായോ ചെടികളായോ ജനിക്കേണ്ടി വരുന്നു. അതിനാൽ അജ്ഞാനത്തെ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ശബ്ദാദി വിഷയങ്ങൾ ഒന്നിനോടും ബന്ധപ്പെട്ടു പോകരുത്. ധർമാർത്ഥകാമ മോക്ഷങ്ങൾക്ക് അത്യന്തവിരുദ്ധമാണ് വിഷയാസക്തി. അതിൽ നിന്നുള്ള മോചനമാണ് പരമപുരുഷാർത്ഥം. ധർമ്മവും അർത്ഥവും കാമവും നാശഭയത്തോടു കൂടിയവയാണ്. മോക്ഷപ്രാപ്തിക്ക് തടസ്സമാണ് വിഷയങ്ങളിലുള്ള ആഗ്രഹം. അതിനാൽ തീവ്രവൈരാഗ്യം കൊണ്ട് ആഗ്രഹങ്ങളെ നിശ്ശേഷം ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ചാൽ കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ മനസ്സിലടങ്ങും. സത്വാദി ഗുണങ്ങളുടെ ക്ഷോഭത്താൽ ഭൂമിയിലും സ്വർഗാദി ലോകങ്ങളിലും ഉണ്ടാകുന്ന സുഖപദാർത്ഥങ്ങളെല്ലാം കാലം കൊണ്ട് നശിക്കുന്നവയാണ്. ഇത് ബോധിച്ച് ഇഹപരലോക സുഖങ്ങളിൽ വൈരാഗ്യം വളർത്തണം. വൈരാഗ്യം ദൃഢമായി തീർന്നു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ അടങ്ങും. പിന്നീട് ആത്മവിസ്മൃതിയാകുന്ന അവിദ്യ നീങ്ങുകയാണ് വേണ്ടത്. ജ്ഞാനം കൊണ്ട് അവിദ്യ നശിക്കും. ജ്ഞാനത്തിൻ്റെ സ്വരൂപം പറഞ്ഞു തരാം. ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയും സഞ്ചരിക്കാത്തവയായ ആ വൃക്ഷങ്ങൾ, ലതകൾ, ചെടികൾ എന്നിവയും ഇങ്ങനെ 2 വിധ ശരീരങ്ങളുണ്ടല്ലോ. അവയിലെല്ലാം ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയാൽ മറയ്ക്കപ്പെട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്നവനും ജീവനെ നിയന്ത്രിക്കുന്നവനും ബോധസ്വരൂപനും അന്തര്യാമിയും സർവത്ര നിറഞ്ഞു വിളങ്ങുന്നവനുമായ പരമാത്മാവായ ഭഗവാൻ തന്നെ ഞാനെന്ന് അങ്ങ് സ്വയം വിചാരം ചെയ്ത് ബോധിക്കൂ. ഇരുട്ടത്ത് കിടക്കുന്ന ആ പൂമാലയെ ചിലപ്പോൾ പാമ്പായി തെറ്റിദ്ധരിക്കാറില്ലേ? പൂമാലയെ അറിയാത്തത് കൊണ്ടാണല്ലോ അതിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. പാമ്പായി മാലയിൽ പൂമാലയെ അറിയാഞ്ഞാൽ അതിൽ തോന്നപ്പെട്ട ആ പാമ്പ് ഇല്ലാതായിത്തീരുന്നില്ലേ? ആ മാലയിൽ പാമ്പെന്ന പോലെ ആത്മാവായ തന്നിലാണ് സ്ഥൂലപ്രപഞ്ചവും സൂക്ഷ്മപ്രപഞ്ചവും തോന്നപ്പെടുന്നത്.
ഉണർന്നിരിക്കുമ്പോൾ സ്ഥൂലപ്രപഞ്ചത്തിൻ്റെയും സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മപ്രപഞ്ചത്തിൻ്റെയും അനുഭവമുണ്ടാകുന്നു. ആത്മാവാണ് താനെന്ന് ബോധിക്കുന്ന നിമിഷത്തിൽ ഈ രണ്ടുവിധ പ്രപഞ്ചവും ഇല്ലാതായിത്തീരുന്നു. പിന്നെ ശേഷിക്കുന്നത് നിത്യമുക്തവും നിത്യശുദ്ധവും നിത്യബുദ്ധവുമായിരിക്കുന്ന ആത്മാവ് മാത്രമാണ്. കർമ്മവാസന സ്വരൂപമായിരിക്കുന്ന പ്രകൃതിയെ തള്ളിക്കളഞ്ഞ് വിളങ്ങിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവിന് ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന ഭാവം അങ്ങയ്ക്കുണ്ടാവട്ടെ. ഇതാണ് ജ്ഞാനം. ജ്ഞാനം കൊണ്ട് അവിദ്യ നീങ്ങും. അവിദ്യ നീങ്ങിക്കഴിഞ്ഞാൽ മനസ്സ് ആത്മാവിൽ അടങ്ങുകയാണ് വേണ്ടത്. കർമ്മവാസനകളാണ് മനസ്സിനെ നിലനിർത്തുന്നത്. കർമ്മവാസനകൾ നശിച്ചാൽ മനസ്സ് ആത്മാവിൽ അടങ്ങും. ഭക്തി കൊണ്ട് സത്വഗുണം വളർന്നാൽ കർമ്മവാസനകൾ നശിക്കും. ഭക്തി കൊണ്ടെന്ന പോലെ എളുപ്പത്തിൽ മറ്റൊരു സാധന കൊണ്ടും മനസ്സ് അടങ്ങില്ല. അതിനാൽ അങ്ങ് ആ ഭഗവാൻ വാസുദേവന് സർവാത്മനാ ശരണം പ്രാപിക്കൂ. സംസാര സമുദ്രം പഞ്ചേന്ദ്രിയങ്ങളും അഹങ്കാരവുമാകുന്ന 6 വലിയ മുതലകളോട് കൂടിയതാണ്. സുരക്ഷിതമായ ഒരു തോണിയില്ലാതെ സംസാര സമുദ്രത്തെ കടക്കാൻ കഴിയുകയില്ല. പഞ്ചേന്ദ്രിയങ്ങളും അഹങ്കാരമാകുന്ന മുതലകൾക്ക് മുക്കാൻ കഴിയാത്ത തോണിയാണ് ഭഗവത്പാദാരവിന്ദങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളും അഹങ്കാരമാവുന്ന മുതലകൾക്ക് മുക്കാൻ കഴിയാത്ത തോണി ആണ് ആ ഭഗവത്പാദാരവിന്ദങ്ങൾ. ആ തോണിയിൽ കയറി അങ്ങ് സംസാര സമുദ്രത്തെ കടക്കൂ. സംസാര സമുദ്രത്തെ കടക്കുക എന്നാൽ മനസ്സിനെ അടക്കുക എന്നാണ് അർത്ഥം. ഭഗവത്പാദാരവിന്ദങ്ങളാകുന്ന തോണിയിൽ കയറി സംസാര സമുദ്രത്തെ കടക്കുക എന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സിനെ അടക്കുക എന്നാണ് താല്പര്യം. മനസ്സടങ്ങിക്കഴിഞ്ഞാൽ ആത്മാവ് മാത്രം ശേഷിക്കുന്നു. ഇതാണ് സംസാരത്തിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനം. ഇപ്രകാരം സനൽകുമാര മഹർഷി ആ പൃഥുവിനെ ഉപദേശിച്ചു. വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി, ജ്ഞാനം കൊണ്ട് അവിദ്യയെ നശിപ്പിച്ച്, ഭക്തി കൊണ്ട് മനസ്സിനെ അടക്കുക എന്നതാണ് ആ അനുഷ്ഠാനം. സനൽകുമാരൻ്റെ ഉപദേശം കേട്ട കൃതാർത്ഥനായ പൃഥു മഹാരാജാവ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ദീനവത്സലനായ ഭഗവാൻ മുൻപ് തന്നെ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം സത്യമാക്കി തീർക്കാനാണ് മഹാത്മാക്കളായ നിങ്ങൾ 4 പേരും ഇവിടേക്ക് വന്നത്. ജ്ഞാനോപദേശം ചെയ്യാൻ 4 സിദ്ധന്മാർ അങ്ങയുടെ സമീപത്തേക്ക് വരും എന്ന് ഭഗവാൻ എന്നോട് അരുളി ചെയ്ത വാക്ക് നിങ്ങൾ സത്യമാക്കി തീർത്തിരിക്കുന്നു. എൻ്റെ സർവസ്വവും ഞാൻ ആ സജ്ജനങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞതാണ്. ആ സ്ഥിതിക്ക് ജ്ഞാനോപദേശത്താൽ എന്നെ അനുഗ്രഹിച്ച നിങ്ങൾക്ക് ഞാൻ എന്താണ് പ്രതിഫലമായിട്ട് തരിക? എൻ്റെ പ്രാണൻ, ഭാര്യാപുത്രന്മാർ, ഗൃഹം, ഗൃഹോപകരണങ്ങൾ, രാജ്യം, സൈന്യം, ഭൂമി, ഭണ്ഡാരം ഇവയെല്ലാം ഞാനിതാ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. സേനാനായകത്വം, ശിക്ഷാധികാരം, സർവ്വലോകാധിപത്യം ഇവയെല്ലാം വേദശാസ്ത്രങ്ങളെ അറിയുന്ന ബ്രാഹ്മണർ അർഹിക്കുന്നു എന്നതാണ്. ഈ പ്രപഞ്ചത്തിലെ സമ്പത്തെല്ലാം ബ്രാഹ്മണൻ്റേതാണ്. ബ്രാഹ്മണൻ മാത്രമാണ് സ്വന്തം ആഹാരം ഭക്ഷിക്കുന്നത്, സ്വന്തം വസ്ത്രം ധരിക്കുന്നതും സ്വന്തം ധനം ദാനം ചെയ്യുന്നതും ബ്രാഹ്മണൻ മാത്രമാണ്. ബ്രാഹ്മണരുടെ അനുഗ്രഹം കൊണ്ടാണ് ക്ഷത്രിയൻ മുതലായവർ അവയെ അനുഭവിക്കുന്നത്. അധ്യാത്മ വിഷയത്തിൽ ഭഗവാനെ സംബന്ധിച്ച വിശിഷ്ടജ്ഞാനം എനിക്ക് ഉപദേശിച്ചു തന്ന ആ അപാര കരുണാനിധികളായിരിക്കുന്ന നിങ്ങൾക്ക് ദക്ഷിണയായിട്ട് ഞാനിതാ എൻ്റെ ഒരു കൂപ്പുകൈ മാത്രം സമർപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമാറാകണേ. ആദിരാജാവായ പൃഥുവിനാൽ പൂജിക്കപ്പെട്ട ആ സനകാദികൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവഗുണത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് മേലോട്ടുയർന്ന് അന്തർധാനം ചെയ്തു. അധ്യാത്മതത്വങ്ങളെ അറിയാൻ കഴിഞ്ഞ ആ പൃഥുചക്രവർത്തി കൃതകൃത്യനായെന്ന് കരുതി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് ബ്രഹ്മജ്ഞാനിയായിത്തീർന്നു. ദേശത്തിനും കാലത്തിനും ശക്തിക്കും അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ബ്രഹ്മാർപ്പണമായി ചെയ്തു വന്നു. കർമ്മഫലത്തെ ബ്രഹ്മത്തിൽ സമർപ്പിച്ച് അനാസക്തനായി ചിത്തത്തിൻ്റെ ഏകാഗ്രതയോടെ ആത്മാവായ തന്നെ പ്രകൃതിക്ക് അതീതനും കർമ്മങ്ങൾക്ക് സാക്ഷിയുമായി കണ്ടു. അങ്ങനെ ഗൃഹത്തിൽ താമസിച്ചിരുന്നു എങ്കിലും ഐശ്വര്യത്തോടെ ജീവിച്ചിരുന്നു. എങ്കിലും സൂര്യനെപ്പോലെ നിസ്സംഗനായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞു വന്നത്. അദ്ദേഹത്തിന് അർച്ചിസ എന്ന പത്നിയിൽ ആദ്യം തന്നെ 5 പുത്രന്മാരുണ്ടായിരുന്നു. വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, മൃഗൻ എന്നായിരുന്നു അവരുടെ പേരുകൾ. വിഷ്ണു ഭഗവാന്റെ അംശാവതാരമായ പൃഥു ലോകപാലന്മാരുടെ ശക്തികളെ ഒറ്റയ്ക്ക് വഹിച്ചുകൊണ്ടാണ് പരിപാലനം ചെയ്തു വന്നത്. മധുരമായ വാക്കുകളാലും ഉദാരകർമ്മങ്ങളാലും അദ്ദേഹം ചന്ദ്രനെപ്പോലെ ജനങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നു. സൂര്യൻ ജലം വലിച്ചെടുത്ത് മഴയായി വർഷിക്കുന്നത് പോലെ പ്രജകളിൽ നിന്നും നികുതി വാങ്ങി അവർക്ക് ക്ഷേമകരമായിരിക്കുന്ന കാര്യങ്ങളിൽ ധനം ചെലവഴിച്ചിരുന്നു. അഗ്നിയെപ്പോലെ തേജസ്വിയും ഇന്ദ്രനെപ്പോലെ ദുർജയനും ആയിരുന്നു അദ്ദേഹം. ക്ഷമയിൽ ഭൂമിദേവിക്ക് തുല്യനായിരുന്നു. സ്വർഗലോകത്തെപ്പോലെ ജനങ്ങൾക്ക് അഭീഷ്ടത്വം നൽകുന്നവനായിരുന്നു. പർജന്യദേവൻ മഴയെ എന്ന പോലെ പ്രജകളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം
ആഗ്രഹങ്ങളെയെല്ലാം വർഷിച്ചിരുന്നു. സമുദ്രത്തെ പോലെ അഗാധനും കരുത്തുകൊണ്ട് മഹാമേരു പർവ്വതത്തിന് തുല്യനും ആയിരുന്നു. ശിക്ഷയിൽ ധർമ്മരാജാവിനെപ്പോലെ നിഷ്പക്ഷനായിരുന്നു. ആശ്ചര്യ വിഷയങ്ങളിൽ ഹിമവാനെപ്പോലെ ആയിരുന്നു. കുബേരനെപ്പോലെ ധനസമ്പന്നനും വരുണനെപ്പോലെ സമ്പത്തും മറച്ചു സൂക്ഷിക്കുന്നവനുമായിരുന്നു. ശക്തി, മനക്കരുത്ത്, ഓജസ് ഇവ കൊണ്ട് വായുവിനും വീര്യത്താൽ രുദ്രദേവനും തുല്യനായിരുന്നു. സൗന്ദര്യത്തിൽ കാമദേവനെ പോലെയുള്ളവനും ധൈര്യത്തിൽ സിംഹതുല്യനും വാത്സല്യത്തിൽ സ്വായംഭുവനുവും സമനും പ്രഭുത്വത്തിൽ ബ്രഹ്മാവിന് തുല്യനുമായിരുന്നു. വേദങ്ങളുടെ അർത്ഥവിചാരത്തിൽ ബൃഹസ്പതിക്കും ജിതേന്ദ്രിയത്വത്തിൽ ശ്രീഹരിക്കും തുല്യനായിരുന്നു. പശുക്കൾ, ബ്രാഹ്മണർ, ഗുരുനാഥന്മാർ, ഭക്തന്മാർ ഇവരുള്ള ഭക്തി കൊണ്ടും സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും പരോപകാര പ്രവൃത്തികൾ കൊണ്ടും അതുല്യനും ആയിരുന്നു. അദ്ദേഹം 3 ലോകങ്ങളിലുമുള്ള സ്ത്രീകളും പുരുഷന്മാരും പാടിപ്പുകഴ്ത്തുന്ന കീർത്തിയുടെ വിഷയത്തിൽ ശ്രീരാമന് തുല്യനും ആയിരുന്നു. പൃഥു മഹാരാജാവ്. ഹരേ കൃഷ്ണ.